ഒരിക്കലും ഒരു ജയം ശാശ്വതമായ ജയമാണെന്നോ ഒരു പരാജയം ശാശ്വതമായ പരാജയമാണെന്നോ ഒരിക്കലും വിലയിരുത്തപ്പെടരുത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് ആണെങ്കിലും അല്ലെങ്കിലും പൊതുവെ നമ്മൾ ഒരാൾക്കൊരു വാഗ്ദാനം ചെയ്താൽ ആ വാഗ്ദാനം നിറവേറ്റുന്നതിൽ എത്രത്തോളം നമുക്ക് നീതി പുലർത്താൻ കഴിയണം, നമ്മൾ സത്യസന്ധരാകണം എന്നത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഇദാ ജമഅ അല്ലാഹു അൽ അവ്വലീന വൽ ആഖിരീൻ, അല്ലാഹു തആല നാളെ മഹ്ശറയിൽ ആദ്യകാലത്ത് ജീവിച്ചു പോയ മനുഷ്യന്മാരും ഇനി വരാൻ പോകുന്ന ആൾക്കാരുമായ കോടാനു വരുന്ന എല്ലാ മനുഷ്യന്മാരെയും മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും. കഴിഞ്ഞ പോലെയും ഇനി വരാൻ പോകുന്ന ആൾക്കാരൊക്കെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് ഇർഫഉ ലികുല്ലി ഖാദിൻ ലിവാഅൻ, ഓരോ വാഗ്ദാനം ചെയ്ത് ലംഘിച്ച ആൾക്കാരെ കയ്യിൽ ഒരു പേപ്പർ കൊടുക്കും, ഒരു പതാക കൊടുക്കും. എന്നിട്ട് ഫക്കീറിനോട് പറയും, അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, ഹാദിഹി ഖദ്റത്തു ഫുലാനി ബി ഫുലാൻ, ഇന്നാലിന്നെ മയമീനെ കൊടുത്ത വാഗ്ദാനം ലംഘിച്ചതാണ്, ഇത് ഇന്നാലിന്നെ ആൾക്ക് കൊടുത്ത വാഗ്ദാനം ലംഘനാണ്. ഇങ്ങനെ ഇപ്പോൾ ഞാനൊരാൾക്ക് ഒരു 10 ആൾക്ക് വാഗ്ദാനം ചെയ്ത് നിൽക്കുക, എൻ്റെ പെരയാൻ ശരിയാക്കി തരാം, റോഡ് ശരിയാക്കി തരാം, തോട് ശരിയാക്കി തരാം, പാലം ശരിയാക്കി തരാം, ലൈറ്റ് ശരിയാക്കി തരാം കേട്ടോ, എൻ്റെ പെൻഷൻ ശരിയാക്കി തരാം. ഇത് 10 അവരോട് വാഗ്ദാനം ചെയ്താൽ അത് നിറവേറ്റിയില്ലെങ്കിൽ നാളെ മാസ്റ്ററിൻ്റെ കയ്യിൽ 10 പ്ലക്കാർഡ് ഉണ്ടാവും കേട്ടോ, 10 വലിയ ബോർഡ് ഉണ്ടാവും. ഇത് മയമീന് കൊടുത്തിട്ട് ലംഘിച്ച വാഗ്ദാനമാണ്, ഇത് പോക്കറിനോട് ഞാൻ ചെയ്ത വാഗ്ദാനം ലംഘനാണ്, ഇത് പാത്തുമ്മ കുട്ടിയോട് ചെയ്ത വാഗ്ദാനം ലംഘനാണ്. ഇങ്ങനെ ആരോടൊക്കെ നമ്മൾ വാഗ്ദാനം ചെയ്ത് ലംഘിച്ചോ നിറവേറ്റാതിരുന്നോ അതൊക്കെ നമ്മളെ കൗത്തിൽ തന്നെ കെട്ടിത്തൂക്കുന്ന അർത്ഥം. കള്ളന്മാരെ ഞാൻ കള്ളനാണ് എന്ന് എഴുതി തൂക്കിയിട്ട് അങ്ങാടി കൂടെ നടത്തുന്ന ഒരു ശിക്ഷ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വല്ല അവിഹിതം നടത്തി പീഡിപ്പിക്കുകയോ മറ്റോ ചെയ്താൽ നാട്ടുകാരെന്ത് ചെയ്യും, അവൻ്റെ കൈത്തിരി ചെരുപ്പിൻ്റെ മാലിടും, അല്ലെങ്കിൽ ഞാൻ സ്ത്രീ പീഡകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡ് തൂക്കിയിട്ടിട്ട് ആൾക്കാരെ ഇടയിൽ കൂടെ നടത്തിച്ച് അവൻ അവഹേളിക്കും. ഇതേപോലെ നമ്മൾ ദുന്യാവിൽ ആർക്ക് വാഗ്ദാനം ചെയ്തോ, അത് വ്യക്തി ആവട്ടെ പാർട്ടി ആവട്ടെ, ഇപ്പോൾ ഞാൻ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ പാർട്ടി ജയിക്കാൻ വേണ്ടിയാണ് കൊടുക്കും വാഗ്ദാനം. ഒന്നുകൊണ്ടും ബേജാറാണ്, നമ്മൾ നിങ്ങളെ ഒപ്പുണ്ട്, നിങ്ങൾ നമ്മളതാണ് നമ്മൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവരങ്ങനെ പറഞ്ഞ് വാഗ്ദാനങ്ങൾ ചെയ്ത് പിന്നെ ഞാൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂല. എന്നാൽ അങ്ങനെ വാഗ്ദാനം ചെയ്ത് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരെ മാഷറേക്ക് വരുമ്പോൾ അവർ ഏതൊക്കെ വാഗ്ദാനങ്ങൾ നിറവേറ്റാത്തതുണ്ടോ അത് മുഴുവനും അവരെ കൗത്തിൽ കെട്ടിത്തൂക്കുന്നർത്ഥം. അതായത് ലികുല്ലി ഖാദിൻ ലിവാഅൻ, ഓരോരുത്തർക്കും ഒരു പതാക, എന്നിട്ട് അവഹേളിക്കും, നിന്ദിക്കും, നമ്മളൊന്നും അല്ലാതാക്കും, വഞ്ചകൻ ചതിയൻ എന്ന് മാലോകർക്ക് ബോധ്യപ്പെടും. എന്നിട്ട് പറയും ഹാദിഹി ഖദ്റത്തു ഫുലാനി ബിൻ ഫുലാൻ, ഇത് ഇന്നാക്ക് കൊടുത്ത വാഗ്ദാനം പൂർത്തിയാക്കാത്തതാണ്, ഇത് ഇന്നാക്ക് കൊടുത്ത വാഗ്ദാനം പൂർത്തിയാക്കാത്തതാണ് എന്നിങ്ങനെ പറയും. റവാഹു മുസ്ലിം. നബിതങ്ങൾ പറയാണ്, വലാ ഖാദിറ അഅ്ലമ ഖദ്റൻ മിൻ അമീരി അഹ്മത്തിൻ, പൊതുജനങ്ങളുടെ സേവകനായി വരുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന നേതാവിനേക്കാളും ലോകത്ത് ഏറ്റവും വലിയ ചതിയൻ മറ്റൊരാൾ ഇല്ല. ഉത്തരബിതങ്ങളെ വാക്കാണ്. വലാ ഖാദിറ അഅ്ലമ ഖദ്റൻ, കൊടും ചതിയനും കൊടും വഞ്ചകനുമായി ഒരാളുമില്ല, മിൻ അമീരി അഹ്മത്തിൻ, പൊതുജനങ്ങളുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്ന മനുഷ്യൻ അവൻ വാഗ്ദാനം പൂർത്തിയാക്കിയില്ലെങ്കിൽ അവനേക്കാളും വലിയ കൊടിയ ചതിയൻ ലോകത്ത് മറ്റാരുമില്ല. എന്താണ് ഈ പറഞ്ഞതൊക്കെ? അപ്പോൾ പൊതുജനങ്ങളുടെ നായകൻ വാഗ്ദാനം ലംഘനം നടത്തുകയാണെങ്കിൽ അയാളെക്കാളും വലിയൊരു വാഗ്ദാനം ലംഘനമായി മറ്റൊരാൾ ലോകത്തില്ല. സ്വഹീഹ് ഹദീസാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇതാണ് ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾ അധിക ആൾക്കാരുടെയും അവസ്ഥ. പറഞ്ഞതൊക്കെ പിന്നെ മറക്കും, അല്ലെങ്കിൽ അവർ എന്തൊക്കെ മോഹന വാഗ്ദാനം കൊടുത്തുന്നോ ഒക്കെ ഓരോ ഒഴിവ് കഴിവ് പറയും, എന്തെങ്കിലുമൊക്കെ ഉറായിപ്പുകൾ പറഞ്ഞിട്ട് അങ്ങനെയാണ്. പക്ഷേ നമ്മൾ തലയിൽ നമ്മളെന്ത് ചെയ്യാനാണ്, നമ്മളത്തെ ഫണ്ടില്ലല്ലോ, അത് അങ്ങനെ പാസ്സായിട്ടുണ്ട്, അത് ഇന്നാലിൻ്റെ സമയത്താണ്, ഇപ്പോൾ അങ്ങോട്ടാണ് അങ്ങനെ പറയും, റോഡ് ശരിയാക്കി തരാറ്, മഴേൻ്റെ സമയം മഴയില്ലാറി, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുത്തും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല, ഏത് ആളോടൊരു കാര്യം വാഗ്ദാനം ചെയ്താലും ആയത്തുൽ മുനാഫിക്ക സലാത്ത്, ഒരു മുനാഫിക്കിൻ്റെ കപടൻ്റെ ലക്ഷണം 3 ഒന്ന് ഇതാ ഹദ്ദത കദിബ, കൊള്ളർന്നാൻ നുണയെ പറയുള്ളൂ. വൈദാ വായദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ അവർ ലംഘിക്കും. വൈദാ ഉതൂമിന ഖാന, ആൾക്കാർ വിശ്വസ്തനാന്ന് കരുതിയിട്ട് ഓരോരു കാര്യം പറഞ്ഞാൽ അതെന്ത് ചെയ്യും, വഞ്ചിക്കും. എനിക്ക് സ്വകാര്യമായിട്ട് ഇടുന്ന വോയിസ് അത് ഞാൻ എന്ത് ചെയ്യാം, മറ്റൊരാൾക്ക് ഞാൻ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ വിശ്വസ്തരാ കരുതിയിട്ട് സ്വകാര്യമായിട്ട് അവൻ പറഞ്ഞ രഹസ്യം അതെടുത്തിട്ട് പുറത്തേക്ക് കൊടുക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. കള്ളും വ്യഭിചാരവും കൊലപാതകമൊന്നും ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷേ ഈ തെറ്റ് എല്ലാവർക്കും ഉണ്ടാവും. ഒരു മനുഷ്യൻ കപടനാണ്, ഈമാൻ ഇല്ല, മുനാഫിക്കാന്ന് ഇതിൻ്റെ ലക്ഷണം 3 നബി തങ്ങൾ പറയാം. ഒന്നെന്താ, ഇതാ ഹദ്ദത കദിബ, തൊള്ളർന്നാൻ നുണയെ പറയുള്ളൂ. 2 ഇതാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കും, സുന്ദരമായി തന്നെ ലംഘിക്കും, പറയാത്ത മതിയ. 3 വഇദാ ഉതുമിന ഖാന, ആരെങ്കിലൊക്കെ സാധുക്കൾ അവനെ വിശ്വസ്തനാണെന്ന് കരുതിയിട്ടൊരു കാര്യം പറയുകയോ അവനെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്താൽ ഖാന, അങ്ങനെ ചതിക്കും, 1 നമ്പർ ചതിയനാണ്. ഇതാണ് ഒരു മനുഷ്യൻ മുനാഫിക്കായതിൻ്റെ ലക്ഷണം എന്ന് പറയുമ്പോൾ ഈ ഹദീത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ജയിച്ച ആൾക്കാർക്ക് മാത്രമല്ല പറഞ്ഞത്, ഏത് പാർട്ടി അതിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളും നമ്മൾ എന്തൊക്കെ പ്രതീക്ഷ കൊടുത്തിട്ടുണ്ടോ ആ പ്രതീക്ഷ ഒരിക്കലും തന്നെ ലംഘിക്കാൻ പാടില്ല, ആ പ്രതീക്ഷ ഒരിക്കലും നമ്മൾ കെടുത്തിക്കളയാൻ പാടില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ, ഇവർക്കൊക്കെ നമ്മൾ പ്രതീക്ഷ കൊടുക്കുമല്ലോ, വലിയ വിഷയമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും അംഗീകരിക്കണം എന്താണ്, ബുഖാരിയാണ്, ബുഖാരിയുടെ ഹദീസാണ്.
അദ്ദേഹം ഒരു ഹദീസ് ഉണ്ട് എന്ന് കേട്ടിട്ട് ഒരാളടുത്തേക്ക് പോയി കേട്ടോ. റസൂലുള്ളാഹിന്റെ ഹദീസ് ആരെടുത്താണുള്ളത് അവിടെ പോയിട്ട് കെഞ്ചി അത് പഠിച്ച് മനസ്സിലാക്കി അത് ലോകത്തിന് സമർപ്പിച്ച മഹാനാണ് ഇമാം ബുഖാരി. അപ്പോൾ അദ്ദേഹം പോയപ്പോൾ ഹദീസ് ഇന്ന ആളടുത്തൊരു ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞ് കുറേ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് കഷ്ടപ്പെട്ട് വഴികൾ താണ്ടി ഒരുപാട് ദുരന്ത വഴികൾ താണ്ടി ആ ഹദീസിലുള്ള മനുഷ്യനെ എത്തിപ്പെട്ടു. അപ്പോൾ അയാൾ ഒരു പിലാവിൻ്റെ ഇല പോലത്തെ ഒരു ഇല ഇങ്ങനെ കാട്ടിയിട്ട് ആടിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആട് തിന്നാൻ വേണ്ടി വന്നപ്പോൾ മൂപ്പരെ കൊടുക്കാതെ ഇങ്ങോട്ട് വലിച്ചിട്ട്, അപ്പോൾ ആട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ആടിനെ പ്രലോഭനം കാണിച്ചത്. ആടിനെ ഇങ്ങോട്ട് വരണം വേണ്ടിയിട്ട് വശീകരിക്കാൻ വേണ്ടിയിട്ട് ഈ തീറ്റ കാണിച്ചു കൊടുത്തതാണ്. പിന്നെ മൂപ്പരെ കൊടുത്തില്ല. ഉടനെ ഇമാം ബുഖാരി പറഞ്ഞു അയാൾ ഹദീസ് ഞാൻ സ്വീകരിക്കില്ല, ഹദീസ് സ്വീകരിക്കാതെ തിരിച്ചു പോകും. ഹദീസ് സ്വീകരിച്ചില്ല. കാരണം അങ്ങനത്തെ ചെറിയൊരു വഞ്ചനയുടെ ലാഞ്ചനയുള്ള മനുഷ്യൻ്റെ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ബുഖാരി ഇമാമിൻ്റെ ഹദീസിന് സ്വഹീഹ ഹദീസ് ഏറ്റവും പവറുള്ള ഹദീസാൻ കാരണം. ഒരു നിരക്കും തെറ്റിദ്ധാരണകളുള്ള ഒരു ഹദീസും സ്വീകരിക്കുക. എന്തെങ്കിലും ഒരു ചെറിയ ഒരു ന്യൂനതയുടെ അംശം കണ്ടാൽ സ്വീകരിക്കൂല. അത്രയും പെർഫെക്റ്റായ, അത്രയും കൃത്യവും വ്യക്തവുമായ ഹദീസ് മാത്രമേ സ്വീകരിക്കുള്ളൂ. എൻ്റെ ബുഖാരി ഇമാം അയാളെ ഹദീസ് സ്വീകരിക്കാതെ പോകുന്നത്? മുസ്ലിം നിങ്ങൾ ഹദീസ് അയാളെ കയ്യിലുണ്ട് എന്ന് കേട്ടിട്ടും അറിഞ്ഞിട്ടും എന്തേ ചോദിക്കാതെയും പറയുന്നത് പോകുന്നത്? അതൊരു ആടിനെ വഞ്ചിച്ചതാണ്. ആട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് തീറ്റപ്പൊന്ത കാണിച്ചു കൊടുത്തു. ആട് വന്നപ്പോൾ കൊടുക്കാതിരുന്നു. അത് ഒരു വഞ്ചനയാണ്, വാഗ്ദത്ത ലംഘനാണ്. ആരോട്? നാക്കാലിയായ ആടിനോട്. ഹദീസ് സ്വീകരിച്ചില്ല. പ്രസിദ്ധമായ ചരിത്രമാണ് കേട്ടോ. നബി തങ്ങൾ ഉമ്മയോട് പറഞ്ഞല്ലോ കുട്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് ഇന്നെ തരാൻ തന്നു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു കുട്ടി വരാൻ വേണ്ടി പറഞ്ഞതാണോ വന്നാൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണോ? നബിയെ ഞാൻ ആ കുട്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞോ എന്നല്ല കൊടുക്കാൻ വേണ്ടി പറഞ്ഞേനെ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ആ കുട്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടി വെറുതെ ആ കുട്ടിനെ വശീകരിക്കാൻ വേണ്ടി പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചതാണെങ്കിൽ നീ കൊടുക്കണമെങ്കിൽ അത് കളവാട്ടോ. ഒരു കളവ് നിൻ്റെ മേൽ രേഖപ്പെടുത്തപ്പെടും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സംഗതി തന്നെ. പക്ഷേ അവിടെ പോലും നമുക്കുണ്ടാവേണ്ട സൂക്ഷ്മതയാണ്. നിഷ്കളങ്ക മനസ്സല്ലേ കുട്ടി എന്ന് പറഞ്ഞാൽ. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. രാജാവിന് കിരീടം നഷ്ടപ്പെടലും കുട്ടിക്ക് കളിപ്പാട്ടം നഷ്ടപ്പെടുന്നത് പോലെയാണ്. കുട്ടീൻ്റെ ലോകം അതാണ്. കുട്ടിയുടെ ആ ലോകത്ത് പോലും കുട്ടീൻ്റെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. ഒരു സംഗതി തരാം, മിഠായി തരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കൊടുക്കാതിരിക്കുക. നബിതങ്ങൾ പറഞ്ഞ് ചതിയാണ്, വഞ്ചനയാണ്. അത്രമേൽ സൂക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ എന്നാണോ തെരഞ്ഞെടുപ്പൊക്കെ ഇറങ്ങുന്നത് അന്ന് മുതൽ നമ്മൾ ഓരോരുത്തർ ചെന്നിട്ട് പറയും വിഷമിക്കണ്ട, ഈ ഫുട്പാത്ത് നമ്മൾ ശരിയാക്കി തരാം, ഇവിടെ ഒന്നും വെള്ളക്കെട്ടാണ് നമ്മൾ ഇൻ്റർലോക്ക് തരാം കേട്ടോ, അല്ലെങ്കിൽ കോൺക്രീറ്റ് ആക്കി തരുന്ന ബേജാറാണ്ട്, അവിടെ ഒന്നും പോസ്റ്റ് വരുമ്പോൾ ലൈറ്റ് ഇല്ല, ഒക്കെ നമ്മൾ ശരിയാക്കി തരുന്നുണ്ട്, ഒന്നുകൊണ്ട് നിങ്ങൾ ബേജാറാണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് കേട്ടോ, റോഡൊക്കെ ഉണ്ടാക്കിത്തരാം മറ്റൊന്ന് നിറച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവയ്ക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഹബീബായ മുത്തുനബി നിങ്ങൾ പറയാണ് വല അഗാദിറ അഅ്ള മഗദിറൻ, ലോകത്ത് ചതിയും വഞ്ചനയും നടത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ കൊടിയ ചതിയൻ മിൻ അമീരി അമ്മത്തിൻ, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന നേതാവാണ്. അതായത് അവനിൽ നിന്ന് ലഗ്നം വന്നാൽ അവനായിരിക്കുമെന്നർത്ഥം. അള്ളാഹുത്തല നമ്മളെയും നമ്മളെ മറ്റുള്ള ആൾക്കാരെയൊക്കെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈമാൻ കൊണ്ട് അള്ളാഹുത്തല നമ്മളെ തൗഫീഖാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.